ബെഡ്ഷീറ്റ് സാധാരണ ഒരു 15 days കൂടുമ്പോഴാണ് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യണത്. അപ്പൊ 2 ഏകാദശി വരുമല്ലോ, ഒരു ഏകാദശിയുടെ അറൌണ്ട് എന്റെ പീരിയഡ്സ് വരാറ്. അപ്പൊ പീരിയഡ്സ് കംപ്ലീറ്റ് ആയ സെക്ഷൻ ഞാൻ ഫ്രഷ് ബെഡ്ഷീറ്റിലോട്ട് മാറാറ്. അപ്പൊ ഇപ്പൊ എന്റെ അതാണ് അവസ്ഥ, പീരിയഡ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇറ്റ്സ് ദ റൈറ്റ് ടൈം. ആൻഡ് സെക്കൻഡ് ടൈം ഞാൻ 2ാമത്തെ ഏകാദശിയുടെ തലേ ദിവസമായിട്ടാണ് ചേഞ്ച് ചെയ്യാറ്. അപ്പൊ ഈ ഒരു 15 days ഗ്യാപ് ഈസ് ദാറ്റ് ഹൈജീനിക്, ബട്ട് ഹൈജീനിക് അല്ലെങ്കിൽ ഐ വിൽ ട്രൈ അറ്റ്ലീസ്റ്റ് 10 days കൂടുമ്പോഴെങ്കിലും ഞാൻ ചേഞ്ച് ചെയ്യാം. ബട്ട് ഫോർ നൗ ലെറ്റ്സ് ഇതിനെ കൊണ്ട് കഴുകാനിടൽ ആൻഡ് വിരിക്കൽ നമ്മുടെ ന്യൂ ബെഡ്ഷീറ്റ്. കാറിനാണ് പില്ലോ കവർ. ന്യൂ സാറ്റിൻ ഉണ്ട്. There are 2 covers നമ്മൾ കിടക്കാനായിട്ട് ഒരെണ്ണം ഇപ്പൊ യൂസ് ചെയ്യുള്ളൂ, കാരണം ഞാൻ ഒരു 3 to 4 days കൂടുമ്പോൾ കഴുകാനിടാറുണ്ട്. അപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. മറ്റേത് നമുക്ക് ബെഡ്ഷീറ്റിന്റെ കൂടെ കിട്ടില്ലേ, അത് ഇട്ട് കൊടുക്കും. ആക്ച്വലി എന്റെ ആവശ്യമില്ല, ഇത് ജസ്റ്റ് റോൾ അടിക്കാൻ 2 ദിവസം ഞാൻ വിരിക്കും, കാരണം ഇപ്പൊ ചൂട് തുടങ്ങിയിട്ടുണ്ട്. ബ്ലാങ്കറ്റിന്റെ ഒട്ടും ആവശ്യമില്ല. ഒരു നൈസ് ഡബിൾ സൈഡഡ് ആണ്. ഇത് ഫുൾ ബ്ലെൻഡ് ആയിപ്പോ, ഇതാവുമ്പോ കുറച്ച് കോൺട്രാസ്റ്റ് ആയി. ഭയങ്കര ഹാർട്ട് പ്രിന്റ്, ഭയങ്കര ഇഷ്ടം. Here is my hugging pillow. ആക്ച്വലി ഇതിന്റെ വേറൊരു കവർ ഞാൻ ഇതൊരു ഓർഡർ ചെയ്തിട്ടില്ല കേട്ടോ. ഓർഡർ ചെയ്യുമ്പോൾ ഇതിന്റെ കവർ മാറ്റാം. ഇപ്പൊ നമുക്ക് ഇത് തന്നെ മതി. എന്റെ ഇവിടെ കുഴപ്പമില്ലാണ്ടൊക്കെ പോവണ്ടല്ലേ. നമ്മുടെ പുതിയ സെറ്റപ്പ്. ഓ മൈ ഗോഡ്, പിങ്ക് ഗേളീസ് എന്താ ഇത് കണ്ട് ഫ്ലാറ്റ് ആയിട്ടുണ്ടാവല്ലേ. ഡോണ്ട് വറി, എല്ലാം ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം.